നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്റർനെറ്റ് വെബ്സൈറ്റ് കമ്പനികളുടെ ശക്തമായ എതിർപ്പ് മൂലം ഈ വർഷം കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന സ്റ്റോപ്പ് ഇന്റർനെറ്റ് പൈറസി ആക്ട് നിയമം പിൻവലിച്ചു. വിക്കിപീഡിയ, ഗൂഗിൾ, യാഹൂ തുടങ്ങി ലോകമെമ്പാടുമുള്ള വെബ്സൈറ്റ് കമ്പനികളുടെ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് ഈ നിയമം പിൻവലിച്ചത്. ഇതേസമയം അമേരിക്കൻ ഗവൺമെന്റ് ഇന്റർനെറ്റ് ഫയൽ ട്രാൻസ്ഫർ കമ്പനിയായ മെഗാ അപ്ലോഡ് എന്ന സൈറ്റ് നിർത്തലാക്കി. അനധികൃതമായി ഈ സൈറ്റിൽ നിന്നും സിനിമകളും TV പ്രോഗ്രാമുകളും ഡൗൺലോഡ് ചെയ്യുന്നു എന്നാരോപിച്ചാണ് ഈ സൈറ്റ് നിർത്തലാക്കിയത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പുതിയ വിമാനയാത്രാ നിരക്ക് നയം പ്രഖ്യാപിച്ചു. ഇനി മുതൽ യാത്രക്കാർ ടിക്കറ്റ് വാങ്ങുമ്പോൾ തന്നെ ബാഗേജ് ഫീ, ടാക്സ് എന്നിവ കൃത്യമായി കാണിക്കണം. കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ യാത്രക്കാരിൽ നിന്നും കൂടുതൽ ഫീസ് ഈടാക്കുവാൻ അനുവദിക്കുകയില്ല. വിമാനം അരമണിക്കൂറിൽ കൂടുതൽ വൈകുകയോ വഴി തിരിച്ചുവിടുകയോ ആണെങ്കിൽ അത് യാത്രക്കാരെ അറിയിക്കണം. യാത്രക്കാരൻ ടിക്കറ്റ് ഒരാഴ്ചയോ അതിനു മുൻപോ എടുത്തതാണെങ്കിൽ 24 മണിക്കൂറിന് മുൻപേ പിഴയില്ലാതെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ അനുവദിക്കുന്നതാണ്. എന്നാൽ സൗത്ത് വെസ്റ്റേൺ എയർലൈൻ, അലിജന്റ് എയർ, സ്പിരിറ്റ് എയർലൈൻ തുടങ്ങിയ കമ്പനികൾ ഈ നിയമത്തിനെതിരെ കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള അന്തരം കൂടുകയാണ്. അതിനാൽ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി സമ്പന്നർക്ക് കൂടുതൽ നികുതി ഏർപ്പെടുത്തി US ടാക്സ് കോഡ് നിർണായകരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതാണെന്ന് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനമായ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയനിൽ പ്രസിഡന്റ് ഒബാമ പ്രസ്താവിക്കുകയുണ്ടായി. ഈ വർഷാവസാനം നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുന്ന പ്രസിഡന്റ് ഒബാമയുടെ പ്രസ്താവന വളരെയധികം ചർച്ച ചെയ്യപ്പെടുമെന്ന് കരുതപ്പെടുന്നു. അമേരിക്കയിൽ ജനസംഖ്യയിൽ 10% ആളുകൾ 80% സമ്പത്ത് കൈയടക്കി വെച്ചിരിക്കുന്നു. എന്നാൽ ബാക്കി വരുന്ന 90% ആളുകൾക്ക് വെറും 20% സമ്പത്ത് മാത്രമാണ് കൈവശമുള്ളത്. കൊളറാഡോയിൽ മോർട്ട്ഗേജ് തട്ടിപ്പ് കേസിൽ പ്രതിയായ വ്യക്തിയോട് ഫെഡറൽ ജഡ്ജ് അവരുടെ കമ്പ്യൂട്ടർ പാസ്വേഡ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ ഉത്തരവിട്ടു. US ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജ് ബ്ലാക്ക്ബേൺ ആണ് കൊളറാഡോക്കാരിയായ റൊമാന ഫ്രിസ്കിനോട് ഫെബ്രുവരി 21 മുൻപ് പാസ്വേഡ് കൈമാറാൻ ഉത്തരവിട്ടത്. ഫസ്റ്റ് അമെന്റ്മെന്റ് റൈറ്റ് ഈ കേസിൽ പ്രതിക്ക് സംരക്ഷണം നൽകില്ലെന്ന് ജഡ്ജ് വിധി പ്രസ്താവിച്ചു. ഇലക്ട്രോണിക് ഫ്രോണ്ടിയർ ഫൗണ്ടേഷനും ഡിജിറ്റൽ സിവിൽ ലിബർട്ടീസ് ഓർഗനൈസേഷനും ഈ കേസിൽ റൊമാനയ്ക്ക് വേണ്ടി പങ്കുചേരുകയുണ്ടായി. അമേരിക്കയിൽ ഡയബറ്റീസ് മൂലം കാലുകളും പാദങ്ങളും നീക്കം ചെയ്യുന്ന ആംപ്യൂട്ടേഷന്റെ എണ്ണം വളരെയധികം കുറഞ്ഞു വരുന്നതായി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ആംപ്യൂട്ടേഷൻ 100ൽ 11 പേർക്ക് എന്ന നിരക്ക് ഇപ്പോൾ 100ൽ 4 കുറഞ്ഞിരിക്കുന്നത് ഫലപ്രദമായ ഡയബറ്റീസിനുള്ള ചികിത്സാ പദ്ധതി മൂലമാണെന്ന് കണക്കാക്കപ്പെടുന്നു. അമേരിക്കയിൽ 10ൽ ഒരാൾക്ക് പ്രമേഹ രോഗം ബാധിച്ചു വരുന്നു. പ്രമേഹ മരണമാണ് 7ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അമിതവണ്ണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ ടൈപ്പ് 2 ഡയബറ്റീസിന്റെ എണ്ണം വർദ്ധിച്ചു വരുന്നതായും മെഡിക്കൽ ജേർണൽ ഡയബറ്റീസ് കെയറിൽ പറയുന്നു. ഡോക്ടർ ശ്രീ സുകുമാർ അഴീക്കോടിന്റെ നിര്യാണത്തിൽ അമേരിക്കയിലെ വിവിധ സാംസ്കാരിക സാമൂഹ്യ നേതാക്കൾ അനുശോചിക്കുകയുണ്ടായി. ഫോമർ പ്രസിഡന്റ് ബേബി ഊരാളിൽ, ഫൊക്കാന മുൻ പ്രസിഡന്റ് പോൾ കറുകപ്പള്ളിൽ, ന്യൂയോർക്ക് റീജിയൻ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക പ്രസിഡന്റ് ജോസ് കടാപ്രോൻ തുടങ്ങിയവർ കൈരളി USA വീക്ക്ലി ന്യൂസിൽ തങ്ങളുടെ അനുശോചനം അറിയിച്ചു. പ്രൊഫസർ സുകുമാർ അഴീക്കോടിന്റെ നിര്യാണത്തിൽ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഓഫ് അമേരിക്കയുടെ അനുശോചനം രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ചിന്തകൻ, സാഹിത്യകാരൻ, അധ്യാപകൻ, പ്രാസംഗികൻ എന്നീ നിലകളിലെല്ലാം നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു പ്രൊഫസർ സുകുമാർ അഴീക്കോടിന്റേത്. സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള സമർത്ഥനായ പോരാളി, സത്യം മുഖം നോക്കാതെ വിളിച്ചു പറയുന്ന ധീരമായ നേതാവ് എന്നീ നിലകളിലെല്ലാം സുകുമാർ അഴീക്കോടിന്റെ വ്യക്തിത്വം നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ തെളിഞ്ഞു കാണുവാൻ സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണം തീർച്ചയായിട്ടും മലയാളത്തിനും മലയാളികൾക്കും ഒരു തീരാത്ത നഷ്ടമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളം കണ്ട മഹാനായ പ്രാസംഗികൻ, വിമർശകൻ, ഗാന്ധിയൻ, ചിന്തകൻ, നിരൂപകൻ, എഴുത്തുകാരൻ, പണ്ഡിതൻ എന്നീ നിലകളിൽ വ്യക്തിത്വം പ്രകടിപ്പിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ നിര്യാണത്തിൽ ഫൊക്കാനയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ എന്ന നിലയിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ 1988 ചിക്കാഗോ കൺവെൻഷനിൽ ചീഫ് ഗസ്റ്റായി വന്ന് ഫൊക്കാനയ്ക്ക് എല്ലാ പ്രചോദനങ്ങളും ആശംസകളും നേരുകയുണ്ടായി. 2010 ഹരിപ്പാട് വെച്ച് ഓണാഘോഷവേളയിൽ ഞങ്ങൾക്ക് ഒരു വേദി പങ്കിടുവാനുള്ള
സിൽവ നിമിഷത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. മലയാളത്തിന്റെ നിലയ്ക്കാത്ത നാവ്, ധാർമ്മികതയെയും മൂല്യബോധത്തിന്റെയും കാവൽക്കാരൻ എന്നീ നിലകളിൽ പ്രചോദിച്ച ഡോക്ടർ സുകുമാർ അഴീക്കോടിന് കേരളത്തിന് ഒരു തീരാനഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. സുകുമാർ അഴീക്കോടിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്കിലെ പ്രസ് ക്ലബ് അംഗങ്ങളുടെ അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. കേരളത്തിന്റെ മനസ്സാക്ഷിയുടെ ശബ്ദമായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഒറ്റയാൻ പട്ടാളം എന്ന് വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും പാർട്ടിയുടെയോ പ്രസ്ഥാനത്തിന്റെയോ പിൻബലമില്ലാതെ കേരളത്തിലെന്നല്ല ലോകത്ത് തന്നെ അധികം ആളുകൾ നിത്യേന ഇത്രയേറെ ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവില്ല, ഒരുപക്ഷെ മാഷിനെ പോലെ. ഓരോ പ്രസംഗവേദിയിലും തനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിനോട് യോജിക്കുന്നവരുണ്ടാകാം, വിയോജിക്കുന്നവരുണ്ടാകാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരിക്കൽ മലയാളത്തിലെ ഒരു മുഖ്യധാരാ പത്രം മാഷിനെ തമസ്കരിക്കാൻ തീരുമാനിച്ചു. മാഷ് അത്ര പ്രാധാന്യമുള്ള പ്രസംഗം നടത്തിയാലും ആ പത്രം ഒരു അക്ഷരം കൊടുക്കില്ല എന്നായി. എത്ര വലിയ പുരസ്കാരം കിട്ടിയാലും പണം കൊടുക്കില്ല എന്നായി. പത്രത്തിന് സ്വീകാര്യമായ വിധത്തിൽ മാഷ് തന്റെ അഭിപ്രായം മാറ്റാൻ നിന്നില്ല. ഒടുവിൽ മാഷിനെ തമസ്കരിച്ച് അധികം മുമ്പോട്ട് പോകാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ് പത്രം തന്നെ നിലപാട് മാറ്റി. ചുരുക്കത്തില് കേരളത്തിന്റെ ജീവിതത്തില് സാംസ്കാരിക രംഗത്ത്, ഭാഷാരംഗത്ത്, സാഹിത്യ രംഗത്ത് ഒരിക്കലും ഒഴിവാക്കാനാകാത്ത ഒരു ശക്തിയായി മാഷ് ജീവിക്കുകയായിരുന്നു നമ്മളുടെ മനസ്സിലൂടെ. വാഷിംഗ്ടൺ സന്ദർശിച്ച പ്രവാസികാര്യ മന്ത്രി ശ്രീ വയലാർ രവിക്ക് കേരള അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ വാഷിംഗ്ടന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഈ ചടങ്ങിൽ നിരവധി സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുകയുണ്ടായി. സുഹൃത്തുക്കളെ, ഞാൻ മലയാളത്തിൽ തുടങ്ങുന്നത് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഞാനിപ്പോൾ PBയിൽ പ്രസംഗിച്ചതും കോട്ടയത്ത് പ്രസംഗിച്ചതും ഇന്നലെ എംബസിയിൽ പ്രസംഗിച്ചതും യൂത്ത് കണക്ടിവിറ്റിയെ കുറിച്ചാണ്. ചെറുപ്പക്കാരെ എങ്ങനെ അവരുടെ അച്ഛനും അമ്മയും അപ്പൂപ്പനുമൊക്കെ പിറന്ന നാടുമായി ബന്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. അതിന് ഞാൻ പറഞ്ഞത് ഭാഷ വേണം എന്നാണ്. കേരളീയർക്ക് മലയാളം, തമിഴർക്ക് തമിഴ്, തെലുങ്ക്, ഇങ്ങനെ വ്യത്യസ്ത ഭാഷകളിൽ വീട്ടിലെങ്കിലും സംസാരിക്കണം എന്ന് ഞാൻ പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാനൊന്ന് മലയാളത്തിൽ തുടങ്ങി ഇംഗ്ലീഷിൽ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എൻ്റെ വിദേശയാത്ര, ഞാൻ വളരെ കാലമായി വിദേശയാത്ര നടത്തുന്ന ഒരാളാണ്. ഏറ്റവും ഇഷ്ടം സ്വന്തം നാട്ടുകാരെ കാണുക എന്നുള്ളതും അവർ വർത്തമാനം പറയുക, അവരെങ്കിലും വീട്ടിൽ പോയി അവിടെ ആൾക്കാരെ വിളിച്ചുകൂട്ടി സംസാരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകളുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്, അവിടെ രാത്രി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ആളുടെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ബന്ധം നിലനിർത്തുന്നതിൽ ഒരു താല്പര്യം ഉള്ള വ്യക്തിയാണ് ഞാൻ. ഒരു ആദ്യമായി കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ജർമ്മനിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയത്. വളരെ അന്ന് നിങ്ങൾ എന്നോട് ഞങ്ങൾക്ക് കത്തയക്കുന്ന പോലെ സാറേ വിമാനമില്ല, വിമാനത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, ഇരിക്കാൻ സ്ഥലമില്ല, നിൽക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറയുന്ന കാലത്ത് ഞാൻ ആവറോ വിമാനത്തിൽ ബോംബെയിൽ പോയി, ബോംബെയിൽ നിന്ന് ഫോക്കർ വിമാനത്തിൽ ഡൽഹിയിൽ. വേൾഡ് മലയാളി കൌൺസിൽ നോർത്ത് ടെക്സസ് പ്രോവിൻസിന്റെ വാർഷിക ഫാമിലി നൈറ്റ് ഇർവിംഗിലുള്ള സെയിന്റ് തോമസ് നാനായ ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. സെയിന്റ് അൽഫോൻസ ചർച്ച് ഇടവക വികാരി മാത്യു ശാശേറിൽ ഉദ്ഘാടനം ചെയ്തു. ഇതിനോടനുബന്ധിച്ച് മെയ് 26-ന് പ്ലെയിനോ മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന വേൾഡ് മലയാളി ഗ്ലോബൽ കോൺഫറൻസിന്റെ രജിസ്ട്രേഷൻ കിക്ക് ഓഫും നടത്തുകയുണ്ടായി. കോൺഫറൻസ് കോ കൺവീനർ PC മാത്യു ആദ്യ രജിസ്ട്രേഷൻ ജനറൽ കൺവീനർ ഏലിയാസ് കുട്ടി പത്രോസിന് നൽകി. ഈ അവസരത്തിൽ 2011-12 ഭാരവാഹികളായ ചെയർമാൻ ഗോപാലപിള്ള, പ്രസിഡന്റ് സിസിൽ ടിറിയാൻ, സെക്രട്ടറി സജി ജോർജ്, ട്രഷറർ സാജു സെബാസ്റ്റ്യൻ എന്നിവരുടെ സത്യപ്രതിജ്ഞയും നടത്തപ്പെട്ടു. രാജി രാമപുരം, സോളമൻ വർഗീസ്, പ്രിയ ചെറിയാൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
പ്രവാസി മലയാളികളുടെ ഇടയിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂടുന്നവരാണ്, ഒരുമിച്ച് പല കാര്യങ്ങളിലും പങ്കെടുക്കുന്നവരാണ്. പക്ഷെ എവിടെയൊക്കെ വെച്ച് മലയാളി അറിയാതെ ഭയപ്പെടുക. ഇപ്പൊ ഓഫീസിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു ഓഫീസിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ അറിയാതെ ഭയപ്പെടുക. മലയാളി ഉണ്ട്. ഈയിടയ്ക്ക് എനിക്കൊരു ഇമെയിൽ വന്നു, പ്രവാസി മലയാളികളെ തിരിച്ചറിയാനുള്ള വഴികൾ. പ്രവാസി മലയാളികളെ എങ്ങനെ തിരിച്ചറിയാം? പ്രവാസി മലയാളികളെ തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ വഴി, കേരളത്തിലെത്തുമ്പോൾ, കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ റോഡിലെ കുണ്ടുകളെയും കുഴികളെയും കുറിച്ച് കുറ്റം പറയും. മറിച്ച് ദുബായിലെയും അമേരിക്കയിലെയും റോഡുകളെ കുറിച്ച്, 150 മൈലിൽ ഓടുന്ന വാഹനങ്ങളെ കുറിച്ച്, അവിടെയുള്ള ട്രാഫിക് സിഗ്നലുകളെ ഓക്ലഹോമയിൽ വെച്ച് നടന്ന മലയാളം പെന്തക്കോസ്ത് സഭ കോൺഫറൻസിൽ കേരളത്തിലെ നിർധനരായ മലയാളി കുടുംബങ്ങൾക്ക് വേണ്ടി സമാഹരിച്ച സഹായനിധി കേരളത്തിൽ വെച്ച് ഫെബ്രുവരി 4 നടക്കുന്ന സമ്മേളനത്തിൽ വിതരണം ചെയ്യുന്നതാണ്. കോൺഫറൻസിന്റെ നാഷണൽ ഗവർണർ റവറന്റ് തോമസ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനം IPC ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ഡോക്ടർ KC ജോൺ ഉദ്ഘാടനം ചെയ്യുന്നു. ഈ വിവാഹ സഹായത്തിന്റെ വിതരണം കേരള സംസ്ഥാന ചീഫ് വിപ്പ് PC ജോർജ് നിർവഹിക്കുന്നതാണ്. ആന്റോ ആന്റണി MP, മാത്യു T തോമസ് MLA, രാജു എബ്രഹാം MLA എന്നിവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ്. സ്റ്റാറ്റൻ ഐലൻഡിലെ ആദ്യത്തെ ഓർത്തഡോക്സ് ഇടവകയായ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പുതുതായി നിർമ്മിക്കുന്ന ദേവാലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം അഭിവന്ദ്യ സക്കറിയാസ് മാർ നിക്കോളോസ് മെത്രാപ്പോലീത്ത നിർവഹിക്കുകയുണ്ടായി. ചടങ്ങിൽ സഭയിലെ വൈദിക ശ്രേഷ്ഠരെ കൂടാതെ സ്റ്റാറ്റൻ ഐലൻഡിലെ ബ്യൂറോ പ്രസിഡന്റ് ജെയിംസ് P മോളിനാറോ, കൌൺസിൽ അംഗം ജെയിംസ് S ഒഡോസോ, കോൺഗ്രസ്മാൻ മൈക്കിൾ ഗ്രിം തുടങ്ങി നിരവധി പ്രമുഖരും പങ്കെടുക്കുകയുണ്ടായി. ദൈവാനുഗ്രഹത്തിന്റെ ഒരു നിമിഷമാണിത്. വളരെയധികം പ്രാർത്ഥനയുടെയും ചിന്തയുടെയും അടിസ്ഥാനമാണ് ഈ പുതിയ നിർമ്മാണ പ്രവർത്തനത്തിന് ഒരുങ്ങുന്നത്. വളരെ വലിയ സാമ്പത്തിക ഉത്തരവാദിത്വവും ഭാരവുമുള്ള ഒരു ചുമതലയാണ് ഈ ഇടവക ഏറ്റെടുത്തിരിക്കുന്നത്. അത് പൂർത്തീകരിക്കത്തക്കവണ്ണം അവർക്ക് പ്രാപ്തിയുണ്ട്. ദൈവം അവരെ അതിന് അനുഗ്രഹിച്ചിരിക്കുന്നു. Stand before you, praising Almighty God for this historic day
in our life. Seeking intercessory prayers from our patron saint, Saint George, and all the other saints, I want to take a moment to extend a warm welcome to everyone. And we are delighted to have you here for the groundbreaking ceremony of our new church. Today, despite the inclement weather, I'm happy that all of you are here to mark the beginning of the journey to build a new church. And it is an honor for me today to be here with your bishop in celebrating just a wonderful, wonderful occasion. And you know, as a very proud Christian, I can tell you that I've had so many difficult times in my life, and it has always been my faith, it has always been God that has led me through those most difficult times. So when I hear that the great community of Staten Island is going to have such a special church as we stand here today to break ground for, it makes me feel stronger in my... The thing I want to say, and I just want to piggyback on what the Congressman said, is this past holiday season, you saw a decision made by government to take out 2 religious symbols out of the Staten Island Ferry. One a Catholic and one Jewish symbol during the Christmas and Hanukkah seasons. And as Mike said, it seems that every time we turn around, faith is under attack by some folks, regardless of what that faith is. And that's why it is always a wonderful thing for elected officials like the Congressman and I to come to an event like this, where you're actually building a structure to continue the free exercise of your faith. Please know that on issues big and small, Congressman Mike Grimm and I have your back. Please call on us. You are a wonderful, wonderful part of the fabric of this community, and thank you for considering us as friends. Remarkable moment in the history of St. George Malankara Orthodox Church, Staten Island. Now I am greatly honored to invite our Diocesan Metropolitan, His Grace Dr. Zachariah Mar Nicola, to deliver his message and officially break the ground. USA Weekly News പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.